ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം നമുക്ക് ഒരുമിച്ച് വായിക്കാം. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ അവർ കടന്നു പോകുന്ന സാഹചര്യത്തിൻ്റെ നടുവിൽ എന്ത് ചെയ്യണമെന്ന് തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഇവിടെ വായിക്കുന്നു, കഷ്ടമനുഭവിക്കുന്നവർ എന്തു ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമല്ല, എപ്പോഴും സമൃദ്ധിയല്ല. കഷ്ടതകൾ, താഴ്ചകൾ പലപ്പോഴും ജീവിതത്തിൽ കടന്നു വരും. താഴ്ച അനുഭവിക്കുമ്പോൾ, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ എന്തു ചെയ്യണമെന്ന് ദൈവവചനം പറയുന്നു. കഷ്ടമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ഹി മസ്റ്റ് പ്രേ, ഷീ മസ്റ്റ് പ്രേ. കഷ്ടമനുഭവിക്കുന്നവർ ദൈവത്തോട് ചില സമയങ്ങളിൽ പിറുപിറുക്കാറുണ്ട്. കഷ്ടമനുഭവിക്കുന്നവർ പ്രാർത്ഥന അവസാനിപ്പിക്കാറുണ്ട്, വിശ്വാസം ത്യജിക്കാറുണ്ട്. പക്ഷേ ബൈബിൾ പറയുന്നു, കഷ്ടം അനുഭവിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കണം. കാരണം നിനക്കുള്ള മറവിടം നിൻ്റെ പ്രാർത്ഥനാ മുറിയാം. ലോകത്തിലുള്ള മനുഷ്യർ കഷ്ടതയിലൂടെ നീ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നിന്നെ നോക്കിക്കൊണ്ട് പരിഹസിക്കുമായിരിക്കും. ഇനി ഉയർത്തെഴുന്നേൽക്കത്തില്ല, ഇനി തിരിച്ചു വരത്തില്ല എന്ന് പറയുമായിരിക്കും. പക്ഷേ പ്രാർത്ഥനാ മുറിയിൽ സമയം വേർതിരിക്കുന്ന ഒരു ദൈവവേദൽ കഷ്ടകാലത്ത് നിന്ന് പുറത്തു വരുമ്പോൾ ദൈവത്തിങ്കിൽ നിന്ന് മറുപടി പ്രാപിച്ചിട്ടായിരിക്കും പുറത്തിറങ്ങി വരുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 9:9 പറയുന്നു, യഹോവ പീഡിതന് ഒരഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ. കഷ്ടം അടുത്തിരിക്കുമ്പോൾ നമ്മളെ മറക്കാത്ത, ഉപേക്ഷിക്കാത്ത ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. 18-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. അതേ പ്രിയരെ, കഷ്ടകാലത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിച്ചിരിക്കുകയാണ്, ഹൃദയം നുറുങ്ങിയിരിക്കുകയാണ്. സ്വന്തം ബലത്തിൽ ആശ്രയം കുറയുന്നു, സ്വന്തം ശക്തിയിൽ ആശ്രയം കുറയുന്നു, പണത്തിൽ ആശ്രയം കുറയുന്നു. ആശ്രയം ആ സമയങ്ങളിൽ പൂർണ്ണമായും നാം ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ നീ പ്രാർത്ഥിക്ക്. മറ്റൊരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കാത്തിരിക്കണ്ട. കഷ്ടം അനുഭവിക്കുന്ന താങ്കൾ തന്നെ പ്രാർത്ഥിച്ചോ. തിരുമുമ്പിൽ നാം കഴിക്കുന്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ ചെവിയിലെത്തും. കഷ്ടകാലത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ ചെവിയിലെത്തും. കഷ്ടകാലത്ത് യഹോവ ഒരഭയസ്ഥാനമാണെന്ന് വായിച്ചു. 20-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ, യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. കഷ്ടകാലത്ത് ഉത്തരം അരുളും. 37-ാം സങ്കീർത്തനത്തിൻ്റെ 39-ാം വാക്യം, നീതിമാന്മാരുടെ രക്ഷ യഹോവയിങ്കിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. ഈ വേദഭാഗങ്ങളൊക്കെ ഇവിടെ പ്രസ്താവിക്കുന്നത് ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, കഷ്ടകാലത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവം. പ്രതീക്ഷിക്കാത്ത ജീവിത അനുഭവങ്ങളിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ദൈവശബ്ദം നിങ്ങളോടുള്ള ദൂതാണ്. ഈ വചനം നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. 46-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. 59-ാം സങ്കീർത്തനത്തിൻ്റെ 16-ാം വാക്യം, ഞാനോ നിൻ്റെ ബലത്തെക്കുറിച്ച് പാടും, അധികാലത്ത് ഞാൻ നിൻ്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. കഷ്ടകാലത്തെ നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരിക്കും. കഷ്ടകാലത്ത് നമ്മോട് കൂടിയിരിക്കുന്ന ദൈവം. തിരുവചനം വായിക്കുമ്പോൾ
കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയ അനേക ഭക്തന്മാരെക്കുറിച്ച് ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊരാൾ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബാണ്. കഷ്ടകാലത്തിലൂടെ താൻ കടന്നുപോയപ്പോൾ, ആരുമില്ലാതെ ഒറ്റപ്പെട്ട അനുഭവത്തിലൂടെ താൻ കടന്നുപോയപ്പോൾ താൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. 35-ാം അധ്യായം 35:3 യാക്കോബ് തൻ്റെ കൂടെയുള്ള ആളുകളോട് പറയുകയാണ്, നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാം. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവരുടെ രാഗപീഠമുണ്ടാക്കും എന്ന് പറഞ്ഞു. അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോ, എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം. എന്താ യാക്കോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം? അപ്പൻ്റെ വീട് വിട്ട് അമ്മയുടെ സഹോദരൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോൾ താൻ ഒറ്റയ്ക്ക് ഒരു വടിയുമായി യാത്ര തിരിച്ചൊരനുഭവം തനിക്കുണ്ടായി. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ താൻ നടന്ന് വിജനമായൊരു സ്ഥലത്ത് എത്തുന്നു. അവിടെ 28-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ യഹോവ അരുളി ചെയ്യുകയാണ്, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് നിൻ്റെ സന്തതിക്ക് തരും. അങ്ങനെ കുറേ ദൂതുകൾ, വാഗ്ദത്തങ്ങൾ ആ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ യാക്കോബ് അറിയുകയാണ്. താനൊരു സ്വപ്നം കാണുകയാണ്, ദർശനം കാണുകയാണ്, ഉറങ്ങിപ്പോയി. 16-ാം വാക്യത്തിൽ വായിക്കുന്ന യഹോവ അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവൻ ഭയപ്പെട്ടു. കഷ്ടതയുടെ നടുവിലൂടെ നാം കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവസാന്നിധ്യം നാം അനുഭവിച്ചറിയുന്നത്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്നത്. ലോകം മുഴുവൻ നമുക്ക് കയ്പ് തരുമ്പോഴാണ്, മനുഷ്യൻ മുഴുവൻ നമുക്ക് കയ്പ് തരുമ്പോഴാണ് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയാൻ പറ്റുന്നത്. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഭയപ്പെട്ടുപോയി, ഒറ്റപ്പെട്ടുപോയി. ഇനി നാളെ എന്താവുമെന്ന് അറിയത്തില്ല. വീട് വിട്ടിറങ്ങി തിരിച്ചതാണ്. സഹോദരൻ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുക. പക്ഷേ വാക്തത്വമുള്ള യാക്കോബ് ആ രാത്രി യാമത്തിൽ ഉറക്കമുണർന്നപ്പോൾ തനിക്ക് മനസ്സിലായി, ഈ കഷ്ടതയുടെ നടുവിൽ താൻ അനുഭവിച്ചത് ദൈവസാന്നിധ്യമാണ്. ആ സ്ഥലത്തിന് നേരത്തെ ലൂസ് എന്നായിരുന്നു പേര്. എന്നാൽ താൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിക്കുകയാണ്. ഈ കഷ്ടകാലത്തെക്കുറിച്ചാണ് 35-ാം അധ്യായത്തിൽ താൻ പറയുന്നത്. ബഥേലിൽ വെച്ച് താൻ അനുഭവിച്ച ദൈവസാന്നിധ്യം, ഒറ്റപ്പെടലിൻ്റെ നടുവിൽ താൻ അനുഭവിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം, അവിടെ താൻ കേട്ട ദൈവത്തിൻ്റെ ദൂതുകൾ, താൻ കിടന്ന കല്ല് താൻ തൂണായി നിർത്തി. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയമാകും എന്ന് പറയുന്നൊരനുഭവം ഉൽപ്പത്തി 28-22 പറയുകയാണ്. പ്രിയരെ, കഷ്ടതയുടെ നടുവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? സമൃദ്ധിയുടെ നടുവിൽ അനുഭവിക്കാത്ത ദൈവസാന്നിധ്യം, ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ പറ്റും. മുമ്പോട്ടുള്ള ഭാവി എന്താവുമെന്ന് അറിയത്തില്ല, ഇരുട്ടാണ്, നെഗറ്റീവായ വാർത്തകളാണ് ചുറ്റുപാടും കേൾക്കുന്നത്. പക്ഷേ യാക്കോബ് ദൈവസാന്നിധ്യം അനുഭവിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ലാബാൻ യാക്കോബിന് നേരെ കടന്നു വന്നു, തന്നെ ഉപദ്രവിക്കാൻ കടന്നു വന്നപ്പോൾ യാക്കോബ് പറയുന്നൊരു കാര്യം 31:42 ലാബാനോട് പറയാം, എൻ്റെ പിതാവിൻ്റെ ദൈവമായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായവൻ എനിക്കില്ലായിരുന്നു എങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രിയിൽ ന്യായം വിധിച്ചു. പറയുക, എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയും കണ്ട ദൈവം കാണുന്നുണ്ട് കേട്ടോ. നിൻ്റെ കഷ്ടത ഭർത്താവ് കാണുന്നില്ല, ഭാര്യ കാണുന്നില്ല, മക്കൾ കാണുന്നില്ല, ഏറ്റവും അടുത്ത സ്നേഹിതർ കാണുന്നില്ല. പക്ഷെ നിൻ്റെ കഷ്ടത കാണുന്നൊരു ദൈവമുണ്ട്. യാക്കോബിൻ്റെ കഷ്ടത കണ്ട് യാക്കോബിനോട് മനസ്സലിഞ്ഞ സ്വർഗത്തിലെ ദൈവം, ആമേൻ, കഷ്ടകാലത്ത് കൂടിയിരിക്കുന്ന ദൈവം. എനിക്കറിയാം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയരെ,
വല്ലാത്ത ഭാരത്തിലൂടെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കുക. മറ്റൊരാളോട് പ്രാർത്ഥന വിഷയം ഷെയർ ചെയ്യേണ്ട, മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കുക. ജീവിതത്തിനകത്ത് വ്യത്യാസം വരുത്തുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ദിനവൃത്താന്ത പുസ്തകത്തിൽ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നുപോയൊരു സഹോദരൻ, പേര് എബ്ബേസ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൽ ആർക്കും പ്രതീക്ഷയില്ലാത്തവൻ, മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. മാതാപിതാക്കളുടെ അടുത്ത് മക്കളുടെ കുറ്റം ചെന്ന് പറഞ്ഞാൽ ഒരു മാതാവോ പിതാവോ വെറുതെ കേട്ടുകൊണ്ടിരിക്കത്തില്ല. അവർക്ക് വിഷമം ഉണ്ടാവും, അവരത് സ്വീകരിക്കത്തില്ല, ഒരുപക്ഷെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. എൻ്റെ കുഞ്ഞങ്ങനെ പോകത്തില്ല, എൻ്റെ മോൻ അങ്ങനെ പോകത്തില്ല, എൻ്റെ മോൾ അങ്ങനെ പോകത്തില്ല. കാരണം അവർക്ക് മക്കളിലൊരു വിശ്വാസമുണ്ട്, മക്കളെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. പക്ഷേ എബ്ബേസിൻ്റെ മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അമ്മയ്ക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എബ്ബേസിനെക്കുറിച്ച്. കാരണം പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പേരിട്ടത് സോറോമേക്കർ എന്ന, വ്യസനപുത്രൻ എന്ന പേര് വിളിക്കുന്നത്. യാതൊരു പ്രതീക്ഷയുമില്ലാതിരുന്ന, പ്രതീക്ഷ അർപ്പിക്കേണ്ടവർ പ്രതീക്ഷ പിൻവലിച്ച എബ്ബേസ്. മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്. എന്നാൽ അവർ പോലും തള്ളിക്കളഞ്ഞ എബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ കഷ്ടയുടെ നടുവിൽ താൻ പ്രാർത്ഥിക്കുന്നത് 1 ദിനവൃത്താന്തം 4-ൽ കാണാൻ കഴിയും. അതേ പ്രിയരെ, വ്യസനത്തിൻ്റെ നടുവിൽ മാന്യത എബ്ബേസിൻ്റെ ജീവിതത്തിൽ വരുവാൻ കാരണം തൻ്റെ പ്രാർത്ഥനയാണ്. താൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്. 1 ദിനവൃത്താന്തം 4-ന്റെ 9-ാം വാക്യത്തിലുണ്ട്. എബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ എബ്ബേസ് എന്ന് പേരിട്ടു. എബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അടുത്തത്, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. എല്ലാ സാധ്യതകളും നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞു. പ്രതീക്ഷ അർപ്പിച്ച വ്യക്തികൾ നിങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെന്ന് പറയുന്നുണ്ടോ? എബ്ബേസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. പ്രിയരെ, മനുഷ്യൻ്റെ ഗതികൾ യഹോവയാലാണ് നിയമിക്കപ്പെടുന്നത്. നാളെ നാം എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമാണ്. എബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം അവിടെ വ്യക്തമാണ്. തന്നെ പ്രസവിച്ച വ്യക്തിക്ക് തന്നിൽ പ്രതീക്ഷയില്ല. പക്ഷെ തനിക്കറിയാം തന്നെ സൃഷ്ടിച്ച ദൈവത്തിന് തന്നിൽ പ്രതീക്ഷയുണ്ടെന്ന്. മനുഷ്യൻ്റെ മുമ്പിൽ എബ്ബേസിന് ഒരു സാധ്യതയുമില്ല. സ്വന്തം അമ്മയുടെ കണ്ണിന് മുമ്പിൽ എബ്ബേസിൻ്റെ ജീവിതത്തിൽ ഇനി മാന്യത വരാൻ ഒരു സാധ്യതയുമില്ല. പ്രസവിച്ച അമ്മയ്ക്ക് സാധ്യതയില്ലായിരിക്കും കേട്ടോ. പക്ഷെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. നീ പ്രാർത്ഥിക്കുക. ഈ കഷ്ടത നടുവിൽ നീ പ്രാർത്ഥിക്കുക. യാക്കോബ് പറയുന്നു, കഷ്ടമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ഈ കഷ്ടത നടുവിൽ നിനക്ക് ബലം തരുവാൻ, നിനക്ക് കൃപ തരാൻ, നിനക്ക് ശക്തി തരാൻ ദൈവം വിശ്വസ്തനാണ്, മതിയായവനാണ്. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അതിരുകൾ വിശാലമാകാൻ പോവുകയാണ്. വ്യസനമെന്ന് പറഞ്ഞിടത്ത് മാന്യത വെളിപ്പെടും. ആമേൻ. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. തൻ്റെ പ്രാർത്ഥന വളരെ വ്യത്യസ്തമായിരുന്നു കേട്ടോ. 1 പറഞ്ഞു, എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. 2, എൻ്റെ അതിര് വിശാലമാകണം. 3, നിൻ്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. 4, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കണം. 4 കാര്യം പ്രാർത്ഥിച്ചതിനകത്ത് താൻ പ്രാർത്ഥിച്ചൊരു കാര്യം, നിൻ്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. എൻ്റെ അതിര് വിശാലമായാലും എനിക്ക് അനുഗ്രഹം കിട്ടിയാലും ഞാൻ മാന്യനായാലും അങ്ങയുടെ കൈ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ അതിനർത്ഥമില്ല. അതേ പ്രിയരെ, ദൈവസാന്നിധ്യം നമ്മെ വിട്ടുപോയാൽ, ദൈവത്തിൻ്റെ ഫേവർ നമ്മെ വിട്ടുപോയാൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമാകില്ല, അർത്ഥശൂന്യമാകും. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന വ്യക്തികളെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ വരും. കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്നവരോട് പറയുന്നു, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. കഷ്ടതയുടെ നടുവിൽ നടന്നാലും നിന്നെ ജീവിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. കഷ്ടതയുടെ നടുവിൽ ശാശ്വതമായ മാർഗം നിന്നെ കാണിച്ചു തരുന്നൊരു ദൈവമുണ്ട്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രതീക്ഷ അർപ്പിക്കേണ്ടവർ പ്രതീക്ഷ അർപ്പിക്കാതെ പോകുമ്പോൾ, മനുഷ്യന് നമ്മിൽ ഒരു പ്രതീക്ഷയില്ലെങ്കിലും സൃഷ്ടിതാവിന് നമ്മിൽ പ്രതീക്ഷയുണ്ട്. യാക്കോബിൻ്റെ ജീവിതത്തിനകത്ത് തൻ്റെ കഷ്ടകാലത്ത് കൂടെ ഇരുന്ന് ബെഥേലിൽ വെളിപ്പെട്ട ദൈവസാന്നിധ്യം, എബ്ബേസിൻ്റെ കൂടെ ഇരുന്ന ദൈവത്തിൻ്റെ കരം,
കഷ്ടതയുടെ നടുവിൽ നടന്നാലും വീണ്ടും ജീവിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം ശ്രദ്ധിച്ച് സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കഷ്ടതയുടെ നടുവിലൂടെ പോകുന്ന സഹോദരി സഹോദരന്മാരെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഷ്ടത നടുവിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു കൃപ കൊടുക്കണേ. അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്ന, ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഒരനുഭവം നൽകി കൊടുക്കണേ കർത്താവേ. സമസ്ത വിഷയങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ വചനം ആയിരങ്ങളെ ചലിപ്പിക്കണം, വ്യക്തികളെ ജീവിപ്പിക്കണം കർത്താവേ. നിങ്ങളുടെ വരവിനെ ഞങ്ങൾ ഒരുക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.